മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി MES കോളേജിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി തോപ്പുംപടി ജംഗ്ഷനിൽ MES കോളേജ് കൊച്ചി NSS യൂണിറ്റ് നമ്പർ 257 നേതൃത്വത്തിൽ യുവജനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വവും ദേശസ്നേഹവും വിളിച്ചോതുന്ന സന്ദേശങ്ങളുമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R. മുരുകൻ സ്വാഗതം ആശംസിച്ചു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് KA സലീം ആമുഖ പ്രഭാഷണം നടത്തി. മുഖ്യപ്രഭാഷണവും യുവജനദിന സന്ദേശവും കണ്ണമാലി സെയിന്റ് ആന്റണീസ് പള്ളി അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ജോബി അഗസ്റ്റിൻ വകപ്പാടത്ത് നിർവഹിച്ചു. പാടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ സ്വാമി വിവേകാനന്ദൻ. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത ഈ കഴിവില്ലാത്തത് അല്ല, ഒരു ഉൾക്കാഴ്ചയില്ലാത്തതാണ് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. ഒത്തിരി കഴിവുകളുണ്ട്. നമ്മളെക്കുറിച്ച് ഈ തലമുറയെക്കുറിച്ച് പറയുന്നത് ഫോണിൽ നോക്കി തലകുമ്പിട്ടിരിക്കുന്ന യുവാക്കളാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് പല സന്ദർഭങ്ങളിലും നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒരു മഹാമാരി വന്നപ്പോഴും നിങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഒത്തിരി ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ അത് തെളിയിച്ചിട്ടുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എനിക്ക് 100 സന്യാസികളെയല്ല, ധീരരായ യുവാക്കളെയാണ് ആവശ്യം. അങ്ങനെയുള്ള യുവാക്കൾക്കാണ് ഈ രാജ്യത്തെ മാറ്റുവാനായിട്ടുള്ള സാധ്യതയുള്ളത്, കഴിവുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള യുവത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു യുവാവിൻ്റെ ആ പേരിലാണ് ഈ ഒരു നാഷണൽ യൂത്ത് ഡേ ആചരിക്കുന്നത്. നമ്മളെല്ലാവരും ആ ഒരു കഴിവുള്ള ആ ഒരു റേഞ്ചുള്ള, നേരത്തെ പറഞ്ഞ റേഞ്ചുള്ള വ്യക്തികളാണ്. അങ്ങനെ മതം നോക്കാതെ മാനുഷികത മാത്രം നോക്കിക്കൊണ്ട് NSS പ്രോഗ്രാം ഓഫീസർ SP ധന്യമോൾ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് റൺ ഫോർ സ്വദേശി എന്ന ബോധവൽക്കരണ റാലി ചെല്ലാനം പഞ്ചായത്ത് അംഗം ആന്റണി മനീഷ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തോപ്പുംപടി ജംഗ്ഷനിൽ നിന്ന് മുണ്ടംവേലി MES കോളേജ് കൊച്ചി വരെ NSS വോളണ്ടിയർമാർ പങ്കെടുത്ത റാലി ശ്രദ്ധേയമായി. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും ദേശസ്നേഹബോധവും സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.